ഇനി ഓണക്കാലമാണ്. ഓണക്കാലത്ത് തിരുവോണം ബമ്പർ ടിക്കറ്റിൻ്റെ വിൽപ്പന പൊടിപൊടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നാളെ ചിങ്ങം 1 സ്വാഭാവികമായും അടുത്ത നാളുകളിൽ വലിയ കുതിപ്പ് തന്നെ വിൽപ്പനയുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ലോട്ടറി കച്ചവടക്കാരുടെ അടക്കം പ്രതീക്ഷയായി അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം വരെ 25 കോടിയായിരുന്നു ഒന്നാം സമ്മാനമെങ്കിൽ ഇത്തവണ അത് 30 കോടിയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ടിക്കറ്റ് നിരക്കിൽ മാറ്റമില്ല, അത് 500 രൂപ തന്നെയാണ്. സെപ്റ്റംബർ 26 നറുക്കെടുപ്പ് നടക്കുകയും ചെയ്യുക. അതായത് കൃത്യമായി പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു 1.25 മാസം ഈ നറുക്കെടുപ്പിനായിട്ട് ഒക്കെ തന്നെയുമുണ്ട്. 25 കോടിയായിരുന്ന സമ്മാന തുകയാണ് ഇത്തവണ 30 കോടി രൂപയാക്കുകയും ചെയ്തിട്ടുള്ളത്. 50 ലക്ഷമായിരുന്ന മൂന്നാം സമ്മാനം 25 ലക്ഷമാക്കി സമ്മാന ഘടനയിൽ നേരത്തെ തന്നെ ഭാഗ്യക്കുറി വകുപ്പ് മാറ്റം വരുത്തുകയും ചെയ്തിരുന്നത് കൂടിയാണ്. 90 ലക്ഷം ടിക്കറ്റുകളാണ് ഏജന്റുമാർക്ക് നൽകാൻ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും ടിമാൻഡ് അനുസരിച്ചാകും ടിക്കറ്റ് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് ഭാഗ്യക്കുറി വകുപ്പ് പറയുകയും ചെയ്യുന്നത്. ടിക്കറ്റ് സീരീസ് വരുന്നത് TA, TB, TC, TD, TE, TG, TH, TJ, TK, TL എന്നിങ്ങനെയുള്ള സീരീസുകളാണ് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിക്കായി പ്രിന്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഒന്നാം സമ്മാനം 30 കോടി രൂപയാണ്. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്കാണ്. അത് ഓരോ സീരീസിലും 2 പേർക്ക് വീതമുണ്ട്. മൂന്നാം സമ്മാനം 25 ലക്ഷം രൂപ വീതം 20 പേർക്കാണ്. ഓരോ സീരീസിലും 2 വീതം അങ്ങനെ കിട്ടുകയും ചെയ്യും മൂന്നാം സമ്മാനം ലഭിക്കുന്ന ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 5 ലക്ഷം രൂപയാണ്. അത് 10 പേർക്കാണ്. ഓരോ സീരീസിലും 1 വീതമാണ് അത് ലഭിക്കുകയും ചെയ്യുക. അഞ്ചാം സമ്മാനം 2 ലക്ഷം രൂപ വീതം 10 പേർക്കാണ്. ഓരോ സീരീസിലും 1 വീതം അത് ലഭിക്കുകയും ചെയ്യും. ആറാം സമ്മാനം 5000 രൂപ വീതം 54,000 പേർക്കാണ്. ഏഴാം സമ്മാനം 2000 രൂപ വീതം 81,000 പേർക്കും ലഭിക്കും. അങ്ങനെ എട്ടാം സമ്മാനത്തിലേക്ക് വരുമ്പോൾ 1000 രൂപ വീതം 1,24,200 പേർക്ക് ലഭിക്കും. ഒൻപതാം സമ്മാനം 500 രൂപ വീതം 2,75,400 പേർക്കും ലഭിക്കുമെന്നുള്ളതാണ്. സമാശ്വാസ സമ്മാനമായി 5 ലക്ഷം രൂപ വീതം 9 പേർക്ക് അത് സമാശ്വാസ സമ്മാനം കിട്ടുകയും ചെയ്യും. അങ്ങനെ ആകെ സമ്മാന തുക 125 കോടി 54 ലക്ഷം രൂപയാണ്. 30 കോടി ഒന്നാം സമ്മാനമായി നൽകുന്ന തിരുവോണം ബമ്പർ അത് ആർക്കടിക്കുമെന്നറിയാൻ അവസാന നിമിഷം വരെയും കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ സ്വാഭാവികമായും വിൽപ്പന പൊടിപൊടിക്കും. മാത്രമല്ല അത് നമുക്കറിയാവുന്നതുപോലെ തന്നെ പാലക്കാടൊക്കെയാണ് എല്ലാ കാലങ്ങളിലും വിൽപ്പന തകൃതിയായി നടക്കുന്നത്. പാലക്കാടിന് ഇത്തവണയും വലിയൊരു പ്രതീക്ഷയുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ എറണാകുളമാണെങ്കിലും കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഒക്കെ വരും നാളുകളിൽ വിൽപ്പന വീണ്ടും വർദ്ധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ലോട്ടറി വ്യാപാരികൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.